അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 29/5/2026 അൽ അമാലത്തുൽ മുസാഅദ, നമ്മുടെ വീട്ടുജോലിക്കാർ നമ്മുടെ സഹായികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. അള്ളാഹു മനുഷ്യരെ വ്യത്യസ്ത രീതിയിലാണ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. സാമ്പത്തികമായി ഉയർന്നവരും താഴ്ന്നവരും, ആരോഗ്യപരമായി കായികപരമായി അതുപോലെ തന്നെ താഴ്ന്നവരും ഉയർന്നവരും. അത് മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ സൗകര്യപ്രദമാകാൻ വേണ്ടിയിട്ടാണ്. ചിലർ മറ്റു ചിലരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്ന രീതിയിൽ അള്ളാഹു ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ സഹായികളായി നമ്മുടെ കൂടെ നിൽക്കുന്ന വീട്ടുജോലിക്കാർ. അവർ നമ്മുടെ ഗൃഹജോലികളിൽ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിത്തരുന്നു. അത് വലിയ നിഅമത്ത് തന്നെയാണ്. അതിന് നമ്മൾ റബ്ബിന് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ലഇൻ ശക്കർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി പ്രകടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകിക്കൊണ്ടിരിക്കും. നാം ആ നന്ദി ചെയ്യുന്നതിൽപ്പെട്ടതാണ് നമ്മുടെ ഗൃഹജോലിക്കാരോട് ഏറ്റവും നന്നായി നമ്മൾ പെരുമാറുക എന്നത്. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക, അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാ, നബി തങ്ങൾ പറയുകയാണ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും സാധിക്കുകയില്ല. നാം അവരുടെ ബഹുമാനം എപ്പോഴും സൂക്ഷിക്കണം, അവരോട് നന്നായി ഇടപഴകണം. അവരുടെ മതമേതാവട്ടെ നാടേതാവട്ടെ, അവർ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുകയാണ്. അവരുടെ വീടും നാടും കുടുംബവും ഒക്കെ അവർ വിട്ടുകൊണ്ട് അവരുടെ വിശപ്പടക്കാനുള്ള അന്നം തേടിയാണ് നമ്മുടെ വീട്ടിൽ അവർ സഹായികളായി എത്തുന്നത്. അതുകൊണ്ട് അവരോട് നാം നന്നായി പെരുമാറണം. അത് നമ്മുടെ ബാധ്യത കൂടിയാണ്. നല്ലവർക്ക് നല്ലവരോട് ഇടപഴകാൻ സാധിക്കും, നന്നായി ഇടപഴകാൻ സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ ജോലിക്കാരെ പറ്റി പറഞ്ഞു, ഇഖ്വാനുക്കും ഖബലുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ വൽയുൽബിസ്ഹു മിമ്മാ യൽബസ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹായികളായി നിൽക്കുന്ന സഹോദരന്മാർ, അവർ നിങ്ങളുടെ കീഴിലുള്ളവരാണെങ്കിലും അവരെ നിങ്ങൾ ഭക്ഷിക്കുന്നത് നിങ്ങൾ ഭക്ഷിപ്പിക്കണം, നിങ്ങൾ ധരിക്കുന്നത് അവരെ ധരിപ്പിക്കുകയും ചെയ്യണം. അവരെ നാം ഒരു നിലക്കും അവഗണിക്കാൻ പാടില്ല. നമ്മുടെ നേർ സഹോദരന്മാരെ പോലെ നമ്മൾ അവരെയും കാണണം. ഭക്ഷണത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, അതോടൊപ്പം തന്നെ കിടപ്പാടത്തിൻ്റെ, അവരുടെ ആരോഗ്യപരമായ ചികിത്സയുടെ കാര്യത്തിലൊക്കെ നാം ശ്രദ്ധ ഉള്ളവരാകണം. അവർക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും നാം അവരോട് കൽപ്പിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവർക്ക് താങ്ങാൻ കഴിയാത്തത് നിങ്ങൾ അവരോട് കൽപ്പിക്കരുത്. ഫഇൻ കല്ലഫ്തുമൂഹും ഫഈനുഹും, ഇനി അഥവാ അങ്ങനത്തെ ഒരു കാര്യം അവരെ ഏൽപ്പിച്ചാൽ നിങ്ങളും അവരുടെ കൂടെ സഹായികളായി നിൽക്കണം. അവരുടെ ആ പ്രയാസങ്ങളിൽ നാമും കൈത്താങ്ങാകണം. നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാം ശ്രദ്ധിക്കുന്നത് അവരാണ്. അതുകൊണ്ട് അവരുടെ ആ കാര്യങ്ങളിൽ നമുക്കും ശ്രദ്ധയുണ്ടാകണം. അവർ നല്ല സ്വഭാവ മര്യാദകളും മാന്യതകളും ഉള്ളവരാകും. നമ്മുടെ വീടിൻ്റെ എല്ലാ പവിത്രതയും സംരക്ഷിക്കുന്നവർ അവരാണ്. ചെറിയവരോടും വലിയവരോടുമൊക്കെ അവർ മാന്യമായി പെരുമാറാൻ അവരും ശ്രദ്ധിക്കണം. അവർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ജോലിക്ക് അവരെ നിശ്ചയിക്കുമ്പോൾ തന്നെ പറയുകയും അവരുടെ വേതനം കൃത്യമായി അല്പം പോലും വൈകിക്കാതെ അത് അവർക്ക് നൽകുകയും ചെയ്യണം. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ,
3 വിഭാഗത്തോട് ഞാൻ അന്ത്യനാളിൽ തർക്കിച്ചു കൊണ്ടിരിക്കും. അവരിൽ ഒരു വിഭാഗം ഒരാൾ മറ്റൊരു വ്യക്തിയെ കൂലിക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി വിളിച്ചു. ആ ജോലി അദ്ദേഹം നിർവഹിച്ചു. അവന്റെ വേതനം അവൻ കൊടുത്തിട്ടില്ലെങ്കിൽ അന്ത്യനാളിൽ ഞാൻ അവനോട് തർക്കിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നാം അവർക്കുള്ള ആ ചെയ്യേണ്ടുന്ന ജോലികൾ അവരെ ജോലിക്കെടുക്കുമ്പോൾ തന്നെ ലിഖിതമായി എഴുതി രേഖപ്പെടുത്തി വെക്കണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും വീട്ടിൻ്റെ മാന്യത സംരക്ഷിക്കാനും നമ്മുടെ മക്കൾ ഏറ്റവും അവരെ വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. വീടിൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലെ വസ്തുക്കളൊക്കെ കേടുപാടുകൂടാതെ സംരക്ഷിക്കൽ നിങ്ങളുടെ കടമയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅ്മുറു അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അവരെ ആ കാര്യങ്ങൾ നാം നേരത്തെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഏറ്റവും നന്നായി ജോലി ചെയ്താൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരു ജോലി ചെയ്യുമ്പോൾ അത് ഭംഗിയായി ചെയ്യലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ അതിൽ നാം ഉൾപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ചതിയും വഞ്ചനയും കൂടാതെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ വീട്ടുജോലിക്കാരും ശ്രദ്ധിക്കണം. മൻ ഗശ്ശനാ ഫലൈസ മിന്നാ. വഞ്ചന ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വീട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളായി നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നാം നമുക്ക് അനുവദിച്ച ഭാഗങ്ങളിൽ മാത്രമേ പ്രവേശിക്കാനും ആ ഭാഗങ്ങളിൽ മാത്രമേ നാം ഇടപെടാനും പാടുള്ളൂ. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം. കണ്ണു ചിമ്മേണ്ടുന്ന സ്ഥലങ്ങളിൽ കണ്ണു ചിമ്പാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന സംസാരങ്ങളൊക്കെ നാം പുറത്തെത്തിക്കുന്ന സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. വലാ തജസ്സസു. നാം വീട്ടിലെ സംസാരങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ആ ദുസ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടായിക്കൂടാ. നല്ല രീതിയിൽ നാം പ്രവർത്തിക്കുമ്പോൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലവും ലഭിക്കും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ മറ്റെന്താണ് പ്രതിഫലം എന്ന്. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജോലിക്കാരോട് നാം ഇടപഴകുമ്പോൾ, വീട്ടിലൊരു ജോലിക്കാരെ നിശ്ചയിക്കുമ്പോൾ അത് അതിൻ്റെ ഒഫീഷ്യൽ ചാനലിലൂടെ മാത്രമേ നാം ജോലിക്കാരെ എടുക്കാവൂ. എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടുന്ന ജോലിക്കാരെ നമ്മുടെ വീട്ടിൽ നിർത്തി നാം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മുടെ രാജ്യത്ത് അതിന് പ്രത്യേകമായ വ്യവസ്ഥിതികളും നിയമങ്ങളും ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് മാത്രമേ ജോലിക്കാരെ നമ്മുടെ വീടുകളിൽ നാം നിശ്ചയിക്കാൻ പാടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ദററ വലാ ദിറാർ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യരുത്. നാം ജോലിക്ക് നിശ്ചയിക്കേണ്ടവരെ അതിൻ്റെ ആ ശരിയായ രീതിയിൽ നിശ്ചയിച്ചാൽ അത് നമുക്കും സുരക്ഷിതത്വമാണ്, അവർക്കും സുരക്ഷിതത്വമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചു എന്ന നിലക്ക് നമുക്കത് സമാധാനവും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.